അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നല്ല ഉണ്ടക്കണ്ണുള്ള ഒരു ഖിത്ത നിങ്ങളെ നോക്കുന്നുണ്ട്. കണ്ടോ? ഖിത്ത, ക്യാറ്റ്. യെസ്, ക്യാറ്റ്, പൂച്ച. അതിനെ അറബിയിൽ പറയുന്ന പേരാണ് ഖിത്ത. ഖിത്ത. ഈ താ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അവസാനത്തിൽ വരുമ്പോൾ ഹ് എന്നൊരു സൗണ്ടാണ് വരിക. ഖിത്ത. മക്ക, ഖുബ്ബ, ഐഫ, മിന്ന. എല്ലാ അക്ഷരങ്ങളും നമ്മൾ പഠിച്ചതാണ് അല്ലേ? പക്ഷേ അതിൻ്റെ മുകളിൽ കണ്ടോ ഒരു അടയാളം? ഇങ്ങനെ ഒരു അടയാളം എല്ലാ വേർഡിൻ്റെയും ആ റെഡ് ലെറ്ററിൻ്റെ മുകളിൽ. അതെന്താണ്? അതിൻ്റെ പേരാണ് ശദ്ദ. അപ്പോൾ ആ അക്ഷരത്തെ കട്ടി കൂട്ടി പറയണം. ഏത് അക്ഷരത്തിൻ്റെ മുകളിലാണോ ഇങ്ങനത്തെ ചിഹ്നം ഉള്ളത് അതിനെന്ത് ചെയ്യുക? ഒന്ന് കട്ടി കൂട്ടി കനപ്പിച്ച് പറയാം. മക്ക, ഖുബ്ബ, ഐഫ, മിന്ന, ഉമ്മുൻ, ഹബ്ബുൻ, കുല്ലുൻ, ബർറുൻ. ഉമ്മുൻ, ഹബ്ബുൻ, കുല്ലുൻ, ബർറുൻ. ഖത്വ, ഖത്വ, ജല്ല, ജല്ല, ഫറ, ഫറ, ശക്ക, ശക്ക, മ, മ, അമ്മ, മ, മ, അമ്മ, ന, ന, ഇന്ന, മ, ന. ഈ രണ്ട് അക്ഷരങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, അതിൻ്റെ മുകളിൽ ഇങ്ങനെയുള്ള അക്ഷരം വന്നാൽ കുറച്ചൊന്ന് മൂളിയിട്ട് പറയണം. മണിക്കുക എന്ന് പറയും. ഓക്കെ, നല്ലോണം കട്ടി കൂട്ടണം. അപ്പോൾ ഇനി കുറച്ച് വേർഡുകളും കൂടെ നമുക്ക് പരിചയപ്പെടാം. റബ്ബുൻ, സിത്തത്തുൻ, ജുസ്സത്തുൻ, ഹജ്ജുൻ, മുഖുൻ, ഷദ്ദുൻ, ബിറുൻ, മസ്സുൻ, റഷുൻ. ഓക്കെ, ഇനി ഖുർആനിൽ ഷദ്ദുള്ള കുറച്ച് വേർഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഷദ്ദുള്ള അക്ഷരങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം. എന്നിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കേട്ടോ. ബിറബ്ബിൻ നാസ്, ഫസല്ലി ലിറബ്ബിക, വത്തീനി വസ്സൈതൂൻ, വറബ്ബക ഫകബ്ബിർ, യുകദ്ദിബു ബിദ്ദീൻ, ഫീ അമദിൻ മുമദ്ദദ. ഓക്കെ, നെക്സ്റ്റ് ഒരു 6 വേർഡുകൾ ഖുർആനിൽ നിന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫതബസ്സമ, യഹുല്ലു, മുമസ്സഖ്, ഗഫാറ, സിജ്ജീൻ, വദ്ദൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.